വയലാർ അനുസ്മരണവും വോയിസ് ഓഫ് ചേർത്തല 6ാമത് വാർഷികാഘോഷങ്ങളും നടന്നു. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വയലാർ രാമവർമ്മ അനുസ്മരണവും വോയിസ് ഓഫ് ചേർത്തലയുടെ 6ാമത് വാർഷികവും നടത്തി. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വയലാർ ചന്ദ്രകളഭം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ വോയിസ് ഓഫ് ചേർത്തല പ്രസിഡന്റ് കെ പി വേണുഗോപാൽ അധ്യക്ഷനായി. ഭാരതി തമ്പുരാട്ടിയും വയലാർ ശശിചന്ദ്രവർമ്മയും ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജെയിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, കെ പി ശശികുമാർ, ഡോക്ടർ കെ ആർ സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു. ചേർത്തലയിലെ മുതിർന്ന കലാകാരന്മാരായ നെടുമങ്ങാട് വിജയലക്ഷ്മി, തിരുവിഴ ശിവാനന്ദൻ, ശ്രീകുമാരവർമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വോയിസ് ഓഫ് ചേർത്തലയുടെ വയലാർ ഗാനാഞ്ജലിയും നടന്നു. വയസ്സ് വരെ ജീവിക്കുകയും 50 വർഷം നമ്മളോട് ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു വലിയ സാന്നിധ്യം. ഈ വിയോഗത്തിൻ്റെ 50 വർഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്ന് പലരും പലതും ആലോചിക്കുന്നുണ്ട്. എനിക്ക് തോന്നി, ഞാനൊരു വയലാറിനോടൊപ്പം നടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ശരത് എപ്പോഴും അത് പറയും, ഞാനും ശരത്തിനോടൊപ്പമുണ്ട്. ഞാൻ മകനല്ലെങ്കിൽ പോലും പുത്രതുല്യമായിട്ടുള്ള അനുഗ്രഹം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ അനുധാവനം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗമുണ്ടായ 50ാമത്തെ വർഷം വയലാറിൻ്റെ കവിതകളെയും ഗാനങ്ങളെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് 50 പ്രഭാഷണങ്ങൾ ചെയ്യും. ഒരു വർഷത്തിനുള്ളിലാണ് കേട്ടോ, ഒരാഴ്ച കൊണ്ടൊന്നുമല്ല, ഒരു വർഷത്തിനുള്ളിൽ 50 പ്രഭാഷണങ്ങൾ ചെയ്യണം. ഇതാരും എന്നോട് പറഞ്ഞതല്ല, ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. 50 പ്രഭാഷണങ്ങൾ ചെയ്യണം. നാടുകളുടെ പ്രഭാഷണം നടത്തുകയാണല്ലോ, എന്നാൽ പിന്നെ ഈ ഒരു വിഷയത്തിൽ ഊന്നി 50 പ്രഭാഷണം നടത്തണം. അത് ഈ കവിയോടുള്ള എൻ്റെ ഒരു കടബാധ്യത തീർക്കുകയല്ല, കടബാധ്യത ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു പ്രക്രിയയായി ഞാൻ കാണുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഗാനരചയിതാവും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു സാന്നിധ്യമാണ്. അത് എന്തുകൊണ്ടാണ് പ്രത്യേക തരത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വേറൊരാളിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു കുളിർമയുടെ, ഒരു ഉൾപ്പുളകത്തിൻ്റെതായിട്ടുള്ള, ഒരു ഹൃദ്യതയുടേതായിട്ടുള്ള ഒരിടത്തിലാണ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വയലാർ രാമവർമ്മ ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ബുദ്ധി കൊണ്ട് അപഗ്രഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും വിജയം നേടിയിട്ടില്ല.